കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. അഖിലേന്ത്യാ നേതൃത്വം ഇതിനെ ആദ്യം വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. വിധിയെ സ്വാഗതം മാത്രമല്ല, അവർ പറഞ്ഞു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്നാണ് RSS എടുത്ത നിലപാട്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാട് അതായിരിക്കെ പിന്നീട് ഉള്ള ഒരു ഒളിച്ചോട്ടമാണ് അവരുടെ നിലപാട് മാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസിയോടൊപ്പമാണ് കോൺഗ്രസ് എന്ന കാര്യം. ഇത് കേവലം വൈകാരികമായിട്ടൊരു പ്രശ്നം ഒരു നിലപാടല്ല കോൺഗ്രസിൻ്റെത്. നാളിതുവരെ കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു കോൺഗ്രസിന് ഡൽഹിയിലൊരു നിലപാട്, പത്തനംതിട്ടയുടെ നിലപാട്. അത് ഞങ്ങളുടെ നിലപാടല്ല, അവരുടെ നിലപാടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടേ ഇല്ല എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം ഔദ്യോഗികമായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം അതൊരു BJPയുടെയോ RSSന്റെയോ പരിപാടിയായിട്ട് അദ്ദേഹം അത് ചുരുക്കിയിരിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം നടത്തിയത് എത്രയോ വർഷക്കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാചോടോപം മാത്രമാണ് അവിടെ കേട്ടത്. സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത്. ഒക്കെ തന്നെ വാസ്തവമായിട്ട് യാതൊരു ബന്ധവുമില്ല. വികസന കാര്യത്തിൽ കഴിഞ്ഞ 4.5 വർഷമായി ഒന്നും ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പുതിയ വികസന കാര്യം പറയുകയാണ്. കർഷകന്മാരുടെ പ്രശ്നം പരിഹരിക്കാത്ത പ്രധാനമന്ത്രി പറയുന്നത് 2022 ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിട്ടാണ് അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തുറന്നു കാട്ടപ്പെട്ട പരാജിതമായ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ കേരളത്തിൽ സന്ദർശനം വളരെ നാണം കെട്ട ഒന്നായി പോയെന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് വിനീതനായിട്ട് പറയാനുള്ളൂ. രമേശ്, ഒരു കാര്യം കൂടി, പ്രധാനമായിട്ടും കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നത് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡുമായിരിക്കും. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വൻ വിജയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്ക് കേരളത്തിലെ കാലാവസ്ഥയോ കേരളത്തിന്റെ മണ്ണിന്റെ ഗുണമോ അറിയാത്തതുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ്. ത്രിപുരയല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ബംഗാളല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. കേരളം കേരളമാണ്. കേരളത്തിലെ പുരോഗമന വിശ്വാസികളും മതേതര വിശ്വാസികളുമായ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് കേരളത്തിന്റെ കാലാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് ത്രിപുര ആവർത്തിക്കുമെന്ന് അദ്ദേഹം പരാമർശം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം.